എല്ലാം നെഗറ്റീവായിട്ട് എടുക്കണ്ട. എല്ലാരും പറയുന്നതിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കണം. എൻ ഷംസീർ 5 പള്ളി ഉണ്ടെങ്കിൽ ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചത്, അത് കേട്ടോടനെ നമ്മൾ അയാൾ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങണ്ട. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, ഒരിടത്ത് 5 പള്ളിയുണ്ട്, ആ 5 പള്ളിയിൽ ഒരു പള്ളി ലൗഡ് സ്പീക്കറിൽ ബാങ്ക് വിളിച്ചാൽ മുഴുവൻ ആളുകളും കേൾക്കുമെങ്കിൽ അത് മതി. ബാക്കിയുള്ള പള്ളിയിൽ ലൗഡ് സ്പീക്കർ വേണ്ട. അതിപ്പോ അല്ലേ, അത് പോസിറ്റീവായിട്ട് എടുക്കാൻ. നമ്മൾ കേട്ട ഉടനെ പിന്നെ അവന്റെ വാപ്പാക്ക് 5 മക്കളുണ്ട്, ഒരാളെ കല്യാണം കഴിക്കുള്ളൂ. ഫേസ്ബുക്കിൽ ഉടനെ ഒരാൾ കമന്റ് ഇട്ടത് അവന് വാപ്പാക്ക് 5 മക്കളുണ്ട്, ഒരാൾ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെയൊക്കെയാണോ നമ്മൾ പ്രതികരിക്കുക? അതൊക്കെ നമ്മുടെ മാന്യതയല്ല. രാഷ്ട്രീയപരമായി വൈരുദ്ധ്യങ്ങളും ആശയവ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്നവനെ മുഴുവനും അങ്ങനെ. ബാലകൃഷ്ണപിള്ളയോട് വർത്താനം പറഞ്ഞു, അതവന്റെ വേറെ പറച്ചിലാണ്. ബാലകൃഷ്ണപിള്ളയോട് പറഞ്ഞ മറുപടി വേറെ. അത് പറയേണ്ടത് അയാൾ വീടിന്റെ മുമ്പിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മാറി നിന്നിട്ട് ഓരിട്ടൊന്നുമല്ല. വീടിന്റെ മുമ്പിലാണ് ഞാൻ പ്രസംഗിച്ചത്. അത് വേറെ ചൊറിച്ചിലാണ്. ഇതങ്ങനെയല്ല. 5 പള്ളി ഒരിടത്തുണ്ട്, ഒരു പള്ളിയിൽ നിന്ന് ലൗഡ് സ്പീക്കറിൽ ബാങ്ക് വിളിച്ചാൽ പ്രദേശത്ത് കേൾക്കുമെങ്കിൽ ഒരേ സമയത്ത് 5 പള്ളിയിൽ നിന്ന് വിളിക്കണമെന്നുണ്ടോ? ബാക്കി 4 പള്ളികളിൽ മുഅദ്ദിസ് സാഹിബ് പള്ളിയുടെ ഉള്ളിൽ വിളിച്ചാൽ മതി. അതെന്തിനാണ് നമ്മളൊരു നെഗറ്റീവായിട്ട് എടുക്കുന്നത്? അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ കമന്റുകൾ, അതൊന്നും പാടില്ല. ആര് പറഞ്ഞാലും അതിന്റെ നന്മകളെ സ്വീകരിക്കാൻ നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഇത് LDF-ലേക്കുള്ള വാക്കവിയുടെ ഒരു ചായ്വായിട്ട് നിങ്ങൾ വിലയിരുത്തണ്ട. ഇപ്പൊ അങ്ങനെയൊക്കെ കമന്റ് വരും. ഇതിപ്പോ നാളെ ഫേസ്ബുക്കിൽ വന്ന അടുത്ത കമന്റ് എന്താ അറിയോ? ഭരണം മാറി, വാക്കവി മാറി. എന്താ കഥ? ഒന്നും പറയാൻ നിവർത്തിയില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ പോയാലിപ്പോ ഒന്നും പറയാൻ നിവർത്തിയില്ല. ചാടിക്കേറിയ പോലീസുകാരൻ ചോദിക്കും, എന്തോടെ ഇവിടെ അഭ്യാസം കാണിക്കുകയാണോ? എന്നാ വലതുകാല് വെച്ച് കയറാന്ന് വിചാരിച്ചാൽ ചോദിക്കും, നീ ഇവിടെ എന്തോടാ പൊറുക്കാൻ വന്നാണോ എന്ന് ചോദിച്ചിട്ട് ഐഡി. എന്നാൽ ഇടതുകാല് വെച്ചിട്ട് കയറാന്ന് വെച്ചാൽ നീ ഇത് നശിപ്പിക്കാൻ വന്നാണോടാന്ന് ചോദിച്ചിട്ടിരിക്കും. അമ്മാതിരാണ് ഇപ്പൊ കഥ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിലും നമുക്ക് സംവദിക്കാം. ഗൾഫിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി, നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് തകർന്നു, സാമ്പത്തിക മാന്യത കേരളത്തെ മുഴുവനും പിടിച്ചെടുക്കുകയാ. എന്താ ഈ പരീക്ഷണം? അല്ലാഹു പറയാ, കടബാധ്യത കൊണ്ടും കച്ചവടത്തിന്റെ തകർച്ച കൊണ്ടും നിങ്ങളെ ഞാൻ